നമ്മുടെ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്റർ റിലീസ് ഗ്രാൻഡ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ കഴിഞ്ഞ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിൽ സർവ്വമയം. നമ്മുടെ നിവിൻ പോളി, റിയ ഷിബു, പ്രീതി മുകുന്ദൻ, അജു വർഗീസ് എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയൊരു ഫീൽ ഗുഡ് മലയാള സിനിമയാണ് നമ്മുടെ സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ. അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ്. പുള്ളീന്റെ ലാസ്റ്റ് സിനിമ ആ ഒരു സിനിമയാണ് ഫഹദ് ഫാസിലായിട്ട്. എന്തായാലും നമ്മുടെ സർവം മായ എന്ന് പറഞ്ഞ സിനിമേനെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലോട്ട് പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് ടോട്ടൽ കഴിഞ്ഞ 18 ദിവസമായിട്ട് 65 കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 65 കോടി പ്ലസ് 82 ലക്ഷമാണ് നിലവിലെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമേന്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 130 കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 130 കോടി 90 ലക്ഷം, അങ്ങനെയാണ് ടോട്ടൽ നിലവിലെ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന അപ്രോക്സ് ആയിട്ട് 18 ദിവസം കൊണ്ട് സർവം മായ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പൊ നിലവിലെ സിനിമയുടെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ കേരളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ആ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലൂസിഫർ സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നെസ്ലൻ മമിത ബൈജു അഭിനയിച്ച പ്രേമലു സിനിമേന്റെ ഫൈനൽ കളക്ഷൻ തകർക്കാനുള്ള പണിയിലാണ് നമ്മുടെ സർവം മായ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രം. എന്തായാലും ഇപ്പൊ നിലവിൽ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ 9ാം സ്ഥാനം നമ്മുടെ സർവം മായ എന്ന് പറഞ്ഞ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 38 ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് കേരളത്തിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ വിറ്റ് പോയിരിക്കുന്നത്. ഇതിൽ 810 ഷോസും ഹൗസ്ഫുൾ ആയിട്ടാണ് റണ്ണിങ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ. എന്തായാലും നല്ലൊരു കംബാക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിവിൻ പോളി സിനിമയെ സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ ഞാൻ നിവിൻ പോളിയുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ വരാനുണ്ട് നിവിൻ പോളിൻ്റെ. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ആ ഒരു സിനിമകളെയും കളക്ഷനായിട്ട്. എന്തായാലും സർവം മായ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളിൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.